ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സ്വീറ്റ് ട്രീറ്റ് ആണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഈ ലെമൺ കേക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. ഇത് പലരുടെയും ഫേവറേറ്റ് കേക്കായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് കേക്കാണിത്. ഇപ്പോൾ ലെമൺ ആയതുകൊണ്ട് ഇതിനകത്ത് പുളിപ്പൊന്നും ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇതൊരു നല്ലൊരു സ്വീറ്റ് ആൻഡ് സോർ കോമ്പിനേഷനാണ്. വളരെ ചെറിയ പുളിയൊന്നിനുള്ളൂ. പിന്നെ ഞാനിത് ഫില്ല് ചെയ്തേക്കുന്നത് ലെമൺ കേർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം പുളിപ്പ് ഒട്ടും വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ക്രീം വെച്ച് തന്നെ ഫുള്ള് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്കിനി റെസിപ്പി നോക്കാം. ഈ കേക്കിൽ നമ്മൾ ബട്ടർ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു അരക്കപ്പ് പാലിൽ ഒരു നാരങ്ങയുടെ മുഴുവൻ ജ്യൂസും ചേർക്കണം. അപ്പം ഞാൻ ഇതുപോലത്തെ വലിയ ലെമണാണ് യൂസ് ചെയ്യുന്നത്. ചെറുനാരങ്ങയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഒരെണ്ണം മതിയാവും. ഇതിനെക്കാട്ടി കുറച്ചും കൂടി അസിഡിക്കാണ് ചെറുനാരങ്ങ. അപ്പം ഒരു നാരങ്ങ ഇട്ടാലും മതിയാവും. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ട എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഫുൾ ലെമണിൻ്റെ സെസ്റ്റ്, അതായത് ഈ തൊലി ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലെമൺ എസൻസ് ഞാൻ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ലെമൺ എസൻസ് നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര ഇടുക. പിന്നെ 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1/4 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു മാറ്റാം. ഇതിനി പ്രീഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 to 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലെമൺ കേർഡാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ മുട്ടയും 2 മുട്ടയുടെ യോക്കും എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഉടന്ന് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പം 1/4 കപ്പ് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഫുൾ ലെമണിൻ്റെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നിർത്താതെ ഇളക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇളക്കിയതിന് ശേഷം 1/4 കപ്പ് ബട്ടറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 3 മിനിറ്റ് നേരം ഇളക്കുമ്പോഴേക്കും ഇതൊന്ന് കട്ടിയായി തുടങ്ങും. ഇപ്പം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിലോ അല്ലാതെയോ വെച്ച് തണുപ്പിക്കാം. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ടോട്ടലി ഈ കേക്കിന് 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. കേക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനും പിന്നെ കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളറിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് 2ആയിട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഈ വിപ്പിംഗ് ക്രീമിൽ മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ വിപ്പിംഗ് ക്രീമിൽ ഷുഗർ കണ്ടൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അത് പൗഡേർഡ് ഷുഗർ തന്നെ ആയിരിക്കണം എപ്പോഴും ക്രീമിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ ക്രീമിന് കുറച്ച് കളർ കൊടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ബാച്ചിന് ഒരു ലൈറ്റ് യെല്ലോയും ഇതുപോലെ തന്നെ വേറൊരു ബാച്ച് ഉണ്ടാക്കിയിട്ട് അതിന് കുറച്ചുകൂടെ ഡാർക്കർ യെല്ലോ ആണ് കൊടുക്കുന്നത്.
ഇനി തണുക്കാനായിട്ട് വെച്ചിരുന്ന കേക്ക് തണുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. താഴത്തെ ബേസ് ലെയർ കേക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു ലെയർ ക്രീം വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ നമ്മുടെ ലെമൺ കേർഡ് ഒന്ന് വെച്ച് കൊടുക്കാം. ലെമൺ കേർഡ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. കേക്കിൻ്റെ പുറത്തുള്ള ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ റഷ്യൻ നോസിൽ ടിപ്പ് നമ്പർ 004 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ലെമൺ കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.